ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ത്രികോണഭാഗം ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ഭാഗത്ത് വരുന്ന പേജ് നമ്പർ 50 ഒന്നാമത്തെ ചിത്രം. ഇതാണ് ചിത്രം. ചോദ്യം ഒന്ന് കാണിക്കാം. ചുവടെയുള്ള ചിത്രത്തിലെ പച്ച വര നീല ത്രികോണത്തിൻ്റെ വലതുവശത്തിന് സമാന്തരമാണ്. ഈ വര ത്രികോണത്തിൻ്റെ ഇടതുവശത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം കണ്ടെത്തുക. അതായത് ഇവിടെ നീല ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു പച്ച ലൈൻ ഉണ്ട്. ഇവിടെ ഇടതുവശത്തെ മുറിക്കുന്നത് ഈ രണ്ട് ലെങ്ത്തുകൾ കണ്ടെത്താനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചിത്രം ഇതാണ്. ചിത്രത്തിൽ നമുക്ക് ആദ്യം പേര് കൊടുക്കാം, ABC. ഇനി നമുക്ക് ഈ പൊന്നിന് വേണം P. നമുക്ക് ഈ രണ്ട് ലെങ്ത്തുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും PQവും അതുപോലെ തന്നെ ACയും എന്താണ്, സമാന്തരമാണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് PQ പാരലൽ ടു AC. ഇനി അടുത്തത് BP ബൈ PA. BP ബൈ PA ഈക്വൽ ടു BQ ബൈ QC എന്ന് എഴുതി. കാരണം ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം, ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട് ദ അതർ ടു സൈഡ്സ് ഇൻ സെയിം റേഷ്യോ. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, BP ബൈ PA ഈക്വൽ ടു BQ ബൈ QC എന്ന് എഴുതി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ ഈ BPയും അതേപോലെ തന്നെ PAയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ റേഷ്യോ എഴുതിയെടുക്കുന്നത്, BP ബൈ PA ഈക്വൽ ടു BQ എത്രയാണ്, 3/QC 5ആണ്. നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് BP ആണ് കണ്ടുപിടിക്കേണ്ടത്. BP ബൈ PA സമം 3/5 എന്ന് എഴുതി. നമുക്ക് ആദ്യം BP ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഇതിനോട് വരുന്ന സൈഡ് ഏതാണ്, 3. അപ്പം 3 + 5 എത്രയാണ്, 8. അപ്പോൾ 3/8 ഇൻറ്റു എത്ര എഴുതുക, BA. ഈ മൊത്തം ലെങ്ത് എത്രയാണ്, 6. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഹരിക്കുകയാണ് വേണ്ടത്. നമുക്ക് വെട്ടി ചെറുതാക്കുമ്പോൾ 4 2 8, 3 2 6 എന്ന് കിട്ടും. അപ്പം 3 × 3 9, 9/4. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 9 ഹരിക്കണം 4, ഇവിടെ 4 4 2 4 8, 9 8 പോയ 1 പോയിന്റ്, ഇവിടെ 0, 2 4 8, 10 8 പോയ 2 0, 10 8 പോയ 2, ഇവിടെ 0 ഇറക്കിയിട്ട് പിന്നീട് 4 4 2 4 8, 3 4 4 16, 5 4 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, BP 2.25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നമുക്കിവിടെ എഴുതാം 2.25 സെൻറ്റിമീറ്റർ എന്ന്. നമുക്ക് ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്, PA. അപ്പോൾ PA സമം നമുക്ക് ഈ ലെങ്ത് QC എത്രയെന്ന് അറിയാം, 5. അപ്പം 5 മൊത്തം എത്ര തമ്മിൽ കൂട്ടിയ 8 ഇൻറ്റു മൊത്തം ഈ ലെങ്ത് 6. ഇനി നമുക്ക് നേരത്തെ വെട്ടിച്ചെറുതാക്കിയ പോലെ വെട്ടിച്ചെറുതാക്കുമ്പോൾ ഇവിടെ 4 3 2 6, 5 × 3 15, 15/4. നമുക്കിവിടെ ഒന്ന് ഹരിച്ചു നോക്കാം. 15 ഹരിക്കണം 4, ഇവിടെ 4 4 2 4 8, 3 4 12, 5 2 പോയി കഴിഞ്ഞാൽ 3. ഇനി പോയിന്റ് ഇടുക, ഇവിടെ 0 ചേർത്താൽ
നമുക്ക് എത്രയാണ് കിട്ടുക? 7 4 28. 28 10 പോയാൽ 2, ഒരു 0 ചേർത്ത് 5 4 20. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് കിട്ടി? 3.75 സെൻറ്റിമീറ്റർ. നമ്മളോട് ഈ 2 ലെങ്ത്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കിട്ടി. ഇത് എത്രയാണ്? 3.75 സെൻറ്റിമീറ്റർ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ABCD എന്ന സമാന്തരികത്തിൽ AB-യിലെ P എന്ന ബിന്ദുവിൽ കൂടി BCക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര AC-യുമായി Qവിൽ കൂട്ടുമുട്ടുന്നു. ABCD എന്ന സമാന്തരികം. അതിലെ AB-യിലെ P എന്ന ബിന്ദുവിൽ കൂടി BCക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര AC-യുമായി Qയിൽ എന്തിനുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. Qവിലൂടെ Qവിലൂടെ ABക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര ADയുമായി Rൽ കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് AP/PB = AR/RD എന്ന് തെളിയിക്കണം. രണ്ടാമത്തെ ചോദ്യം, AP/AB = AR/AD എന്നാണ് തെളിയിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. നമുക്ക് ചിത്രത്തിലൂടെ ചെയ്തു പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ തെളിയിക്കാനുള്ളത് AP/PB = AR/RD എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ എടുത്തു. കൺസിഡർ ട്രയാങ്കിൾ ABC. ആ ട്രയാങ്കിളിൽ PQവും അതുപോലെ BCയും PQ പാരലൽ ടു BC എന്ന് എടുത്തു. നമ്മൾ നേരത്തെ റൂൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് cut the other two sides in the same ratio. മലയാളത്തിലാണെങ്കിൽ ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ റൂൾ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? AP/PB = AQ/QC. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പോലത്തെ തൊട്ട് മുകളിലും എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ACD. ഇനി ട്രയാങ്കിൾ ACD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും RQവും DCയും എന്താണ്? പാരലലാണ്. RQ പാരലൽ ടു DC. അപ്പോൾ ഈ സെയിം റൂൾ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഈ റൂൾ പ്രകാരം നമുക്ക് AQ/QC = AR/ARD എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ AQ/QC = AR/RD. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത്. ഇനി നമുക്ക് ഈ 1ഉം 2ഉം നോക്കുമ്പോൾ ഇവിടെ നോക്കി. ഇവിടെയും AQ/QC ഒരു സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ബാക്കി 2 സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫ്രം 1, 2 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും AP/PB
എ പി ബൈ പി ബി സമം എ ക്യു ബൈ ക്യു സി. ഇതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ ക്യു ബൈ എ പി ബൈ പി ബി സമം എ ആർ ബൈ ആർ ഡി. എ ആർ ബൈ ആർ ഡി. നോക്കി നോക്ക്, നമുക്ക് ഇതാ ഈ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഈ സൈഡും ഈക്വൽ ആണ്. കണ്ട, ഒരു സൈഡ് രണ്ടും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് തെളിയിക്കാനുള്ളത് എ പി ബൈ എ ബി സമം എ ആർ ബൈ എ ഡി എന്നാണ് തെളിയിക്കാനുള്ളത്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ട്രയാങ്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂള് പഠിക്കാൻ വേണ്ടിയുണ്ട്. ആ റൂൾ എന്താണ്? ഏതൊരു ത്രികോണം എടുത്തു കഴിഞ്ഞാലും ആ ത്രികോണത്തിന്റെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെയും മുറിക്കുന്നത് ഒരേ ഭാഗങ്ങളായിട്ടായിരിക്കും. അതായത് ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി സി നേരത്തെ എടുത്ത് അതേ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ മുറിക്കുന്നത് നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഒരേ അംശബന്ധത്തിലാണ്. ഇതിലാണെങ്കിൽ എന്താ? ഒരേ മുറിക്കുന്ന രണ്ട് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് രണ്ട് വശങ്ങളെ മുറിക്കുന്നത് അവയുടെ ഒരേ ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ഭാഗങ്ങളായിട്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എ പി ബൈ എ ബി. എ പി ബൈ എ ബി. എ പി ബൈ എ ബി ഈക്വൽ ടു എ ക്യു. എ ക്യു ബൈ ക്യു സി. എ ക്യു ബൈ ക്യു സി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ നമ്മൾ മുകളിലത്തെ ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ എ സി ഡി. അപ്പോൾ ഇത് എഴുതിയപ്പോൾ അതേപോലെ എഴുതി നോക്കുക. ആദ്യം നമുക്ക് എഴുതാം എ ക്യു. എ ക്യു ബൈ എ സി. എ ക്യു ബൈ എ സി ഈക്വൽ ടു, നമ്മൾ ആദ്യം എഴുതി എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ ട്രയാങ്കിളിൽ എ പി ബൈ എ ബി ഈക്വൽ ടു എ ക്യു ബൈ എ സി. എ ക്യു ബൈ എ സി. ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ മുകളിലത്തെ ട്രയാങ്കിൾ എടുത്താൽ എ ക്യു ബൈ എ സി, ചെറുത് വലുത്, എ ക്യു ബൈ എ സി ഈക്വൽ ടു, ഇനി ഈ സൈഡ് എ ആർ ബൈ എ ഡി. എ ആർ ബൈ എ ഡി. ഇക്വേഷൻ നമ്പർ 2. നമ്മൾ പറഞ്ഞ റൂൾ എന്താണ്? ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ മുറിക്കുന്നത് ഒരേ ഭാഗമായിട്ടാണ്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇൻ എനി triangle a line parallel to one side cut the other two sides in same part. എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനുകൾ നോക്കുക. ഇക്വേഷൻ 1,2 നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഈക്വൽ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ദാ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ എ ക്യു ബൈ എ സി. ദാ ഈ സൈഡും ഇതും ഈക്വൽ ആണ്. അപ്പോൾ ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ ബൈ എ ഡി. എ ആർ ബൈ എ ഡി. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള ചിത്രത്തിൽ ഒരു സാമാന്തരികത്തിൻ്റെ രണ്ട് മൂലകളെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളുമായി യോജിപ്പിച്ചിരിക്കുന്നു. ഈ വരകൾ ചിത്രത്തിലെ വികരണത്തെ 3 സമഭാഗങ്ങളാക്കുന്നു എന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതാ ഈ ലെങ്ത്തും
ഈ ലെങ്ത്തും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് മൂലകളെ മറ്റു രണ്ട് വശങ്ങളുടെ ഈ രണ്ട് മൂലകൾ ഈ മൂല ഇവിടേക്കും ഇവിടുന്ന് ഈ മൂല ഇവിടേക്കും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂലയിൽ നിന്ന് വരയ്ക്കുന്ന വര ഈ രണ്ട് വശങ്ങളെ എന്തായിട്ടുണ്ട്, തുല്യമായി ഭാഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ലെങ്ത്തും തുല്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭാഗിക്കുകയാണെങ്കിൽ ഈ മൂന്ന് വികരണങ്ങൾ തുല്യമായി ഈ മൂന്ന് ഭാഗങ്ങളും തുല്യമാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുത്തു AMBCND, അതേപോലെ PQ, ഓരോ പോയിന്റിനും ഓരോ പേരുകൾ കൊടുത്ത്. അപ്പോൾ ആദ്യം ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ MBND ഈ ഭാഗം ഞാൻ എടുക്കുകയാണ്. ഇനി ഈ ഭാഗത്തിൽ MBND ഞാൻ ആദ്യം അതിൽ എടുത്തു കഴിഞ്ഞാൽ ഈ DN എന്ന് പറയുന്നത് ഈ മൊത്തം DC-യുടെ പകുതിയല്ലേ. മൊത്തം DC, അതായത് മധ്യബിന്ദു ആണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ DN എന്ന് പറയുന്നത് മൊത്തം DC എത്രയാണോ അതിൻ്റെ DC-യുടെ പകുതിയാണ് DN. കാരണം ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, മധ്യബിന്ദുവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പം N ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് DC. N DC-യുടെ മധ്യബിന്ദു ആണ്, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എഴുതുന്നത് MB എന്തായിരിക്കും, മൊത്തം AB-യുടെ പകുതി ആയിരിക്കും. അപ്പം ഞാൻ എഴുതുകയാണ് MB എന്ന് പറഞ്ഞാൽ ഹാഫ് AB ആണ്, അതായത് AB-യുടെ പകുതി. അപ്പോൾ നമുക്ക് കാരണം എന്താ, M എന്താണ്, മിഡ് പോയിന്റ് ആണ്. M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. M AD-യുടെ മധ്യബിന്ദു എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എല്ലാതും ഈ നാല് ഭാഗങ്ങൾ തുല്യമാണ്. അപ്പം ഞാൻ എഴുതുകയാണ് DN ഈക്വൽ ടു MB. DN ഈക്വൽ ടു MB. അത് ഈക്വൽ അല്ലേ, ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. DN പാരലൽ ടു MB എന്ന് എഴുതി. അത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, പാരലലാണ്, ഓപ്പോസിറ്റ് സൈഡ് പാരലലാണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ MBND ഒരു സാമാന്തരികമാണ്. MBND ഈസ് എ പാരലോഗ്രാം. നമ്മളോട് തെളിയിക്കാൻ പോണത് AP, APQ, QC ഈക്വൽ ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ ABQ. ഈ ട്രയാങ്കിൾ ഞാൻ ഈ ട്രയാങ്കിൾ എടുത്തതിന് ശേഷം ഞാൻ എഴുതുകയാണ് AM by MB. AM by MB ഈക്വൽ ടു AP by PQ. നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്, അതായത് PMQB, PMഉം QBയും പാരലലാണെങ്കിൽ PM എന്നത് ABയെയും ABയെയും AQവിനെയും സെയിം റേഷ്യോയിലായിരിക്കും എന്ത് ഉണ്ടാവുക, കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ റൂള് പ്രകാരം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും AM by MB ഈക്വൽ ടു AP by PQ. അപ്പോൾ ഞാൻ AM by MB അതിൽ AP സെയിം റേഷ്യോയിലായിരിക്കും എന്ത് ഉണ്ടാവുക, കട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എഴുതി AP by PQ.
AM/MB = AP/PQ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പകരം ഇത് എഴുതാം, രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ AP/PQ രണ്ടും ഈക്വൽ അല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/1 = 1 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം APയും അതുപോലെ തന്നെ PQവും ഈക്വൽ ആണ്. അതായത് AP/PQ = 1. AP = 1 × PQ. അപ്പം എന്താ? AP = PQ എന്ന് കിട്ടി. അതിന് ഞാൻ 1 എന്ന് നമ്പർ കൊടുത്ത്. അടുത്തത് മറ്റൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്, ട്രയാങ്കിൾ DPC. ട്രയാങ്കിൾ DPC നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്? PQ ബൈ എടുക്കുകയാണ്. ട്രയാങ്കിൾ DPC എടുത്തു കഴിഞ്ഞാൽ എഴുതാണ് PQ/QC = അതുപോലെ DN/NC. അപ്പോൾ ഞാനിവിടെ എഴുതി PQ/QC = DN/NC. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പകരം നമുക്ക് എന്ത് എഴുതാം? PQ/QC എന്ന് എഴുതാം. രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ PQ/QC = 1. രണ്ടും 1 ആണ്. അപ്പോൾ 1/1 = 1 എന്ന് എഴുതാം. PQ = അപ്പുറത്തേക്ക് പോകുമ്പോൾ 1 × QC. PQ = QC എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. ഞാൻ കിട്ടി 2 ഇക്വേഷൻസ് ഇവിടെ എഴുതിയെടുക്കുന്നുണ്ട്. AP = PQ എന്ന് കിട്ടി നമുക്ക് ആദ്യം. പിന്നെ കിട്ടിയത് എന്താ? PQ = QC എന്നാണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AP = PQ = QC എന്നായിരുന്നു. അതിൽ APയും PQവും എന്താണ്? ഈക്വൽ ആണ്. ഈ PQ ആരുടെ ഈക്വൽ ആണ്? QCനോടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, AP = PQ = QC. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ABC എന്ന ത്രികോണത്തിൽ BCയിലെ P എന്ന ബിന്ദുവിലൂടെ ACക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര ABയുമായി Qവിൽ കൂട്ടിമുട്ടുന്നു. Qവിൽ നിന്ന് APക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര BCയുമായി Rൽ കൂട്ടിമുട്ടുന്നു. ഫിഗർ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ABC എന്ന ത്രികോണത്തിൽ BCയിലെ P എന്ന ബിന്ദുവിലൂടെ ACക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര ABയുമായി Qവിൽ കൂട്ടിമുട്ടുന്നു. ACക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര എവിടെ കൂട്ടിമുട്ടുന്നുണ്ട്? Qവുമായി കൂട്ടിമുട്ടുന്നു. Qവിൽ നിന്ന് APക്ക് സമാന്തരമായി APക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര BCയിലെ Rയുമായി കൂട്ടിമുട്ടുന്നു. അതായത് ഈ QR-ഉം അതുപോലെ തന്നെ നമുക്ക് QR-ഉം APയും എന്താണ്? സമാന്തരമാണ്. QR-ഉം APയും സമാന്തരമാണ്. അതുപോലെ QR-ഉം ACയും സമാന്തരമാണ്. QPയും ACയും സമാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ BP/PC = BR/RP എന്ന് നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തെളിയിക്കാനുള്ളത് BP/PC = BR/RP. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യം ഒരു ട്രയാങ്കിള് വരയ്ക്കുകയാണ്. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ ABC. ഈ വലിയ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. കൺസിഡർ ട്രയാങ്കിൾ ABC. നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്. അതായത് QPയും ACയും എന്താണ്? സമാന്തരമാണ് അല്ലേ? അപ്പോൾ QPയും ACയും സമാന്തരമാണെങ്കിൽ QP എന്ന വര BCയെയും BAയെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. QP ACക്ക് സമാന്തരമാണെങ്കിൽ
BCയെയും BAയും സെയിം റേഷ്യോയിൽ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ABC നമുക്ക് എന്ത് എഴുതാൻ പറ്റും? QPയും അതുപോലെ തന്നെ ACയും എന്താണ്, പാരലലാണ്. നമ്മൾ പഠിച്ച തിയർ ഉണ്ട്, എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ parallel to one of the side cut the other two sides in the same ratio. മലയാളം മീഡിയത്തിലാണെങ്കിൽ ഒരു ത്രികോണത്തിലും ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. നമ്മൾ മുന്നത്തെ ചോദ്യത്തിലൊക്കെ എഴുതിയിട്ടുള്ള അതേ നിയമം തന്നെയാണ്. ഞാൻ മലയാളം മീഡിയം ഒപ്പം എഴുതുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യണത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? BP/PC ഈക്വൽ ടു BQ/QA അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഞാൻ ട്രയാങ്കിൾ ABP എടുക്കുകയാണ്. ട്രയാങ്കിൾ ABP ഈ ട്രയാങ്കിളാണ് ഞാൻ എടുക്കുന്നത്. ആ ട്രയാങ്കിളിൽ ഞാൻ എടുക്കുകയാണ് ഏതൊക്കെ പാരലാണെന്ന്? QR-ഉം അതുപോലെ തന്നെ AP-യും. QR പാരലൽ ടു AP ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? QR പാരലൽ ടു AP ആണെങ്കിൽ BR/RP ഈക്വൽ ടു BQ/QA എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ അതേ റേഷ്യോയിൽ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് അതിനെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും. അപ്പോൾ ഞാൻ എഴുതുകയാണ്, ഇതാണ് ഒരു വശം, ഇതാണ് ഒരു വശം. അപ്പോൾ QR-ഉം AP-യും സമാന്തരമാണെങ്കിൽ QR ഈ BP-യെയും AB-നെയും ഒരേ അംശബന്ധത്തിൽ മുറിക്കും. അപ്പം BR/RP ഈക്വൽ ടു BR/RP സമം BQ/AQ നേടി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് ഇത് നോക്കി നോക്കുക. ഇക്വേഷൻ നമ്പർ 1-ഉം 2-ലും ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആയിട്ട് കിടക്കണമെന്ന് നോക്കുക. BQ/AQ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. അല്ലെങ്കിൽ ബാക്കി രണ്ട് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഞാൻ എഴുതി therefore BP/PC സമം BR/RP. ഇതെങ്ങനെ കിട്ടിയത്? ഫ്രം 1,2. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ബാക്കി ഓൾറെഡി രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് പേജ് നമ്പർ 50-51 വരുന്ന ചോദ്യങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടുകൾ എഴുതിക്കൊണ്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും മതി, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.